Hi friends, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫിഷ് മസാലയുടെ റെസിപ്പിയാണ്. ഈ ഒരു ഡിഷ് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, റൈസ്, അപ്പം ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡിഷ് ഏത് ഫിഷിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ചെറിയ ക്യൂബായിട്ട് വേണമെങ്കിലും അതല്ലെങ്കിൽ നമുക്ക് ഫിഷ് മുഴുവനായിട്ട് വേണമെങ്കിലും ഗ്രില്ല് ചെയ്തിട്ട് ഈ ഒരു മസാലയിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി എടുക്കുക, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ, പിന്നെ ഒരല്പം ബ്ലാക്ക് പെപ്പറും ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. സാൾട്ട് നമ്മൾ കൂടിപ്പോകാതെ തന്നെ നോക്കണം. അതേപോലെ തന്നെ അല്പം വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അല്പം ലെമൺ ജ്യൂസും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരല്പം വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഒരു പേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാനിവിടെ മസാലയിലാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നത്. അപ്പോൾ അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള മീനിലോട്ട് പുരട്ടി കൊടുക്കാം. ഇതേപോലെ ഫിഷിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് 1 മണിക്കൂറെങ്കിലും നമുക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇതൊന്ന് മസാലയൊക്കെ പിടിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫിഷ് മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നുള്ളത് നോക്കാം. അപ്പോൾ ഫിഷ് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കോക്കനട്ട് ഓയിലാണ് ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരല്പം കടുകും അതേപോലെ തന്നെ റെഡ് ചില്ലിയും കറിവേപ്പിലയും ഒരല്പം ഒലിവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകും റെഡ് ചില്ലിയൊക്കെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു 4-5 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തും അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ചോപ്പ് ചെയ്ത ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 4 ഉള്ളി ഒരു മീഡിയം സൈസ് ചോപ്പ് ചെയ്തിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വലിയ ഉള്ളിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. ഒരല്പം ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിവിടെ വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉള്ളി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിലോട്ട് ഒരു 4 ഗ്രീൻ ചില്ലിയും കൂടി 2ആക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരല്പം ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് സോട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഫിഷ് മസാല തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഉള്ളി ബ്രൗൺ ആക്കി എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കാശ്മീരി റെഡ് ചില്ലിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതിലോട്ട് അല്പം ബ്ലാക്ക് പെപ്പർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ വേണം നമ്മൾ ഈ മസാലയൊക്കെ ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മസാലയൊക്കെ ആ ഒരു പച്ച മണം മാറുന്ന വരെ നമുക്ക് ഇതേപോലെ ചെറിയ തീയിൽ ഒന്ന് സോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്കൊരു 3 തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കിയെടുത്താണ്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുടംപുളിയാണ്, ഒരു 3 കുടംപുളിയാണ് നമുക്ക് പുളിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഫിഷിൻ്റെ സ്റ്റോക്ക് ആണെങ്കിലും ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 കുടംപുളിയും കൂടി അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. കുടംപുളി ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് ആ പുളിയിലുള്ള പുളിരസമൊക്കെ നന്നായിട്ട് നമ്മുടെ മസാലയിലിട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മസാല കുക്കാക്കിയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒരല്പം തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിൽ 1 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷ് മസാലയ്ക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് നമുക്ക് ഗ്രില്ല് ചെയ്യുക, ഫ്രൈ ചെയ്യുക, എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യണത്. ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യണം വേണ്ടി. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് ഒരു അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതേപോലെ തന്നെ അല്പം വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇനി എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഓരോന്നായിട്ട് ഗ്രില്ല് ചെയ്ത് എടുക്കാം. ഒരു സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫിഷ് എല്ലാം ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ അല്പം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്ത ഫിഷ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഫിഷ് എല്ലാം ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് ആ ഫിഷിൻ്റെ ഫ്ലേവറൊക്കെ ആ മസാലയിലോട്ട് ഇറങ്ങുള്ളൂ. ഇതുപോലെ ഫിഷിൻ്റെ എല്ലാ സൈഡിലേക്കും നമുക്ക് മസാലയൊക്കെ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് ക്യൂബ്സ് ആയിട്ട് വേണമെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഏത് ഫിഷിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫിഷ് പൊള്ളിച്ച് തയ്യാറാക്കണമെങ്കിൽ അല്പം ഒരു നല്ലൊരു വാഴയിലെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫിഷും മസാലയും കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്ത് തവയിലൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിഷ് പൊള്ളിച്ച് കൂടി നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇതുപോലെ ഫിഷ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഗാർണിഷൊക്കെ ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് റൈസ്, ചപ്പാത്തി, പൊറോട്ട, അപ്പം എല്ലാറ്റിൻ്റെ കൂടി നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.